അമേരിക്കയുടെ സാമ്രാജ്യത്വ ചരിത്രത്തിലേക്ക് പൊൻതൂവലുമായിട്ടാണ് ട്രംപിന്റെ രണ്ടാമത്തെ വരവ്. കാനഡയ്ക്കും പനാമ കനാലിനും ശേഷം ട്രംപ് അമേരിക്കയോട് തുന്നിച്ചേർക്കാൻ ഇഷ്ടപ്പെടുന്നത് ഗ്രീൻലാൻഡിനെയാണ്. ഗ്രീൻലാൻഡിന്റെ മണ്ണിലെ ധാതു സമ്പത്തും അതിന്റെ വാണിജ്യ താൽപര്യങ്ങളും മാത്രമല്ല, വ്ളാഡിമിർ പുടിൻ എന്ന ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനാണ് ട്രംപ് ഇപ്പോൾ ഗ്രീൻലാൻഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം തൊട്ടരികിൽ എത്തിയെന്നു തന്നെ നമുക്ക് കരുതാം. എന്താണ് ഗ്രീൻലാൻഡിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്? ഈ വിഷയത്തിൽ പുടിൻ എങ്ങനെയാണ് ഉൾപ്പെടുന്നത്? നമുക്ക് പരിശോധിക്കാം. അധികാരം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ട്രംപിന്റെ കയ്യിൽ കിട്ടിയ അധികാരമെന്ന് ലോകത്തിന് തോന്നും വിധത്തിലാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അടുത്തിടെയാണ് ട്രംപിന്റെ ഒരു പ്രസ്താവന ലോകത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. പനാമ കനാലിനെ സംബന്ധിക്കുന്ന വിഷയമായിരുന്നു അത്. ഇപ്പോഴത്തെ US-ന് ഗ്രീൻലാൻഡ് കൂടി വേണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. അതായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ കൂടെ ചേർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് കരുതുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നതും. നാഷണൽ സെക്യൂരിറ്റിയെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും മുൻനിർത്തിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡ് അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമേറിയതാണെന്ന് ട്രംപ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഈ ഗ്രീൻലാൻഡ് എന്നുകൂടി ഞാൻ ഇതിനോട് പറയേണ്ടതുണ്ട്. ഗ്രീൻലാൻഡ് ഭൂപടത്തിൽ കണ്ടില്ലേ, വലിയ ഏരിയയാണ് ശരിക്കും ഈ ഗ്രീൻലാൻഡ്. കാനഡയെ US-നോട് ചേർക്കണമെന്ന ആവശ്യം മുൻപ് തന്നെ ട്രംപ് വ്യക്തമാക്കിയതാണ്. മാത്രമല്ല പനാമ കനാലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചരിത്രം നോക്കുകയാണെങ്കിൽ സ്വപ്നം കണ്ടതിനെ എല്ലാം തന്നെ സ്വന്തമാക്കിയ ചരിത്രമാണ് അമേരിക്കയ്ക്ക് എന്നും പറയാനുള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഉറപ്പായും അമേരിക്ക കാനഡയെയും പനാമ കനാലിനെയും ഗ്രീൻലാൻഡിനെയും ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ അത് നടത്തിയെടുക്കാനുള്ള ശക്തിയും കുടിലതയും രാജ്യത്തിന്റെ കൈവശമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ സ്വന്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട ഗ്രീൻലാൻഡും പനാമ കനാലും കൂടി ചേരുന്നതോടെ മറ്റൊരു ലോകശക്തിക്കും തൊടാൻ പോലും ആകാത്ത അത്ര ശക്തരായി അമേരിക്ക പരിണമിക്കാനുള്ള സാധ്യത ഏറെയാണ്. അത് നമുക്ക് ഗ്ലോബിന്റെ സഹായത്തോടെ തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഗ്ലോബ്. ഇത് നമ്മുടെ സ്വന്തം ഇന്ത്യ. ഇവിടെ നിന്നും നോർത്തിലേക്ക് നോക്കണം ഈ പറഞ്ഞ ഗ്രീൻലാൻഡിനെ ഒന്ന് കാണണമെങ്കിൽ. തണുത്തുറഞ്ഞ ഐസ് കട്ടകളും പ്രകൃതി ഒരുക്കിയ വിസ്മയങ്ങളും ഒക്കെ കഴിയുകയാണ് ഈ പ്രദേശം. ഇനി ഗ്രീൻലാൻഡിനെ കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത്. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഒരു ദ്വീപാണ് ഈ ഗ്രീൻലാൻഡ്. കാനഡയുടെ വടക്ക് കിഴക്കായാണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഭൂപ്രകൃതി അനുസരിച്ചും മനുഷ്യ ജീവിത രീതി അനുസരിച്ചൊക്കെ ആർട്ടിക് ദ്വീപരാജ്യവും ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗവുമാണെങ്കിലും ചരിത്രപരമായും രാഷ്ട്രീയമായും ഈ രാജ്യം യൂറോപ്പിനോട്, പ്രത്യേകിച്ച് ഐലാൻഡ്, നോർവേ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 1979 ഗ്രീൻലാൻഡിന് ഡെൻമാർക്ക് സ്വയം ഭരണാവകാശം നൽകുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഇന്ന് ഗ്രീൻലാൻഡ്. ഇതിനെ ഒരു ഭൂഖണ്ഡമായി കണക്കാക്കുന്നില്ല. എന്നാൽ ഡെൻമാർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തെ ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളതും. എന്നാൽ സ്വന്തമായി ഗവൺമെന്റും തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തിയൊക്കെ ഇവർക്കുണ്ട്. എന്തുകൊണ്ടാണ് ട്രംപിന് ഗ്രീൻലാൻഡിനോട് ഇത്ര പ്രിയം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഇനി പറയുന്നത്. ഇതിനു മുൻപ് തന്നെ ട്രംപ് ഗ്രീൻലാൻഡിനോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ തവണ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റപ്പോഴായിരുന്നു ട്രംപ് ആദ്യമായി ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് ചേർക്കാനുള്ള തന്റെ സ്വപ്നത്തെക്കുറിച്ച് ആദ്യം തന്നെ പറയുന്നത്. പക്ഷേ ഇത്രത്തോളം ശക്തമായിരുന്നില്ല ആ വാക്കുകൾ എന്ന് മാത്രം. US-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഭാഗമാണ് ഈ ഗ്രീൻലാൻഡ് എന്നായിരുന്നു ട്രംപ് അന്ന് പറഞ്ഞിരുന്നത്. ഗ്രീൻലാൻഡിന്റെ മണ്ണിലെ ധാതു സമ്പത്താണ് ഈ പ്രദേശത്തെ US-നോട് ചേർക്കണമെന്ന ട്രംപിന്റെ ആവശ്യകതയുടെ പ്രധാനപ്പെട്ട കാരണം. ഇതാണ് ട്രംപിന്റെ സാമ്പത്തിക താല്പര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യയുടെ അധിനിവേശത്തെ ചെറുക്കുക എന്നതാണ്. ഇതായിരിക്കും ഒരുപക്ഷെ ആർക്കും അറിയാത്ത ഒരു ഹിഡൻ അജണ്ട. അതായത് ഈ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണല്ലോ. നോക്കൂ, ഒരു തണുത്തുറഞ്ഞ പ്രദേശമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. എപ്പോൾ വേണമെങ്കിലും ഈ സ്ഥലത്തേക്ക് പുടിന്റെ റഷ്യൻ പട ഇരച്ചു കയറാനുള്ള സാധ്യത ഏറെയാണ്. ശരീരം കോച്ചിപ്പോകുന്ന കൊടും തണുപ്പിലും ഇരച്ചു കയറാനും യുദ്ധം ചെയ്യാനും പരിശീലനം ലഭിച്ചവരാണ് പുടിന്റെ പടയാളികൾ എന്ന് ഓർമ്മ വേണം. ഈ ഒരൊറ്റ കാരണമാണ് ട്രംപിനെ നിലവിൽ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ഗ്രാനൈറ്റ്, ലിഥിയം എന്നീ മൂലകങ്ങളാൽ സമ്പന്നമായ ഗ്രീൻലാൻഡിലെ ഒരു പ്രദേശം പോലും റഷ്യയുടെ കൈവശമാകുക എന്ന കാര്യം അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇന്ന് ലോകത്ത് ധാതുക്കളാൽ സമ്പന്നമായ രാഷ്ട്രം മറ്റോ ആരുമല്ല, അത് ചൈനയാണ്. ചൈനയിൽ നിന്നാണ് US അടക്കം ധാതുക്കൾ വില കൊടുത്ത് സ്വന്തമാക്കുന്നത്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതോടെ ചൈന പുലർത്തുന്ന ആ സുപ്രീമസിയെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന സ്വപ്നവും ട്രംപിനുണ്ട്. ഇതൊക്കെ ഇന്നത്തെ ഭൗമരാഷ്ട്രീയ അവസ്ഥയെ വെച്ച് ഊഹിച്ച് പറയുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം പല റിപ്പോർട്ടുകളും ലേഖനങ്ങളും ഒക്കെ തന്നെ ഈ നിരീക്ഷണത്തെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത്. ഡെൻമാർക്കിന്റെ സൈന്യം റഷ്യയുടെ അധിനിവേശത്തെ ഭയപ്പെടുന്നു എന്ന റിപ്പോർട്ട് വന്നത് ഈ ഇടയ്ക്കാണ്. അതായത് റഷ്യൻ ചേരി ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ 2 വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണെന്ന്. മാത്രമല്ല ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ സാന്നിധ്യം എടുത്തു പറയേണ്ടതുമാണല്ലോ.
ഉക്രൈൻ ഒരിക്കലും റഷ്യ എന്ന വലിയ ശക്തിയെ ഒറ്റയ്ക്ക് നേരിടാനാകില്ല. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നത് ഇവിടെ അമേരിക്കയും അമേരിക്കയുടെ ഉപചാരകരായ നാറ്റോ സഖ്യവുമാണ്. അതേസമയം തന്നെ പശ്ചിമേഷ്യയിലും യുദ്ധം കാര്യമായി നടക്കുന്നുണ്ട്. ഇറാനും ഇസ്രയേലും ഏറ്റുമുട്ടുന്ന ഘട്ടത്തിലും ശരിക്കും യുദ്ധം നടക്കുന്നത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയും തമ്മിലാണ്. ഇങ്ങനെ ആഗോള തലത്തിൽ തന്നെ യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ മറ്റൊരു യുദ്ധത്തിന് കൂടി റഷ്യ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് ലോകം അറിഞ്ഞു കാണില്ല. അതായത് റഷ്യ ഒരു ഹിമയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന വാർത്തയാണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയുടെ സൈന്യം കൊടും തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് യുദ്ധത്തിന് പരിശീലനം നേടിയത് ഈ യുദ്ധം മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെയാണ്. റഷ്യയുടെ ഈ യുദ്ധതന്ത്രം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആർട്ടിക് സമുദ്രഭാഗങ്ങളിൽ നാറ്റോയുടെ സൈന്യം തമ്പടിച്ചിട്ടുമുണ്ട്. ഗ്രീൻലാൻഡ് മറ്റൊരു ഉക്രൈൻ ആകുമോ എന്നതാണ് ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഉക്രൈൻ ജനതയെ പോലെ റഷ്യയോട് പൊരുതാനോ അതിനുവേണ്ടി പട്ടാളക്കാരെ ബലിയർപ്പിക്കാനോ ഗ്രീൻലാൻഡ് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. പുതിന്റെ സൈന്യത്തിന് മുന്നിൽ പെട്ടെന്ന് തന്നെ അടിയറവ് പറയുകയായിരിക്കും ഗ്രീൻലാൻഡ് ചെയ്യുക. നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ നാറ്റോ സഖ്യകക്ഷികൾ ഗ്രീൻലാൻഡിന് വേണ്ടി രംഗത്തിറങ്ങുകയും സാധ്യതയുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മൂന്നാം ലോക മഹായുദ്ധത്തെ നോക്കിക്കാണേണ്ടത്. ഗ്രീൻലാൻഡിന് വേണ്ടി നാറ്റോ ഇറങ്ങുകയും റഷ്യക്കെതിരെ തിരിയുകയും ചെയ്താൽ അത് മഹായുദ്ധത്തിലാണ് ചെന്നെത്തുക എന്നതിൽ ഒട്ടും സംശയം വേണ്ട. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ട്രംപ് അധികാരത്തിലേക്ക് എത്തുന്നത് എന്നോർക്കണം. എന്നാൽ ട്രംപ് അല്ല ഇത്തരം സ്വപ്നങ്ങൾ ആദ്യമായി കണ്ടത് എന്നത് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 1946 കാലഘട്ടത്തിലെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഹാരി ട്രൂമാൻ കണ്ട സ്വപ്നമായിരുന്നു ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് ചേർക്കുക എന്ന കാര്യം. അതിനുവേണ്ടി അദ്ദേഹം ഡെൻമാർക്കിനെ സമീപിക്കുകയും ആ കാലത്ത് $100 മില്യൺ തുക വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ തുകയുടെ ഓഫർ ആയിരുന്നിട്ട് കൂടി ഗ്രീൻലാൻഡിനെ വിട്ടു നൽകാൻ ഡെൻമാർക്ക് തയ്യാറായതില്ല. അതിനും എത്രയോ കാലം മുൻപ്, അതായത് 1800കളിലും അമേരിക്കയിൽ നിന്നും ഇത്തരം പ്രവണതകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അലാസ്കയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? റഷ്യയുടെ ഭാഗമായിരുന്ന അലാസ്കയെ വർഷങ്ങൾക്ക് മുൻപ് $7.2 മില്യൺ അമേരിക്ക വില കൊടുത്ത് വാങ്ങുകയായിരുന്നു. 1867 ഈ സംഭവം നടന്നത്. ഫിലിപ്പീൻസ് ഐലാൻഡും ഇങ്ങനെ പണം കൊടുത്ത് വാങ്ങിയ ഒരു ചരിത്രം പറയാനുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വളരെ സ്വാഭാവികമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. യുഎസിന്റെ ചരിത്രത്തിൽ അടുത്ത കാലത്തായി ഭരണത്തിലേറുന്ന ഏറ്റവും ശക്തനായ നേതാവാണ് ട്രംപ് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. അതുകൊണ്ട് അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ കൈവെക്കണം എന്ന ധാരണയുമായി തന്നെയാണ് ട്രംപ് തന്റെ രണ്ടാം വരവിന് കച്ചമുറുക്കുന്നത്. ജോ ബൈഡൻ ആയാലും ബരാക് ഒബാമ ആയാലും ഒക്കെ തന്നെ പലർക്കും സ്വാധീനിക്കാൻ കഴിയുന്ന നേതൃത്വങ്ങളായിരുന്നു ഇവർ. എന്നാൽ ട്രംപ് കുറച്ച് വ്യത്യസ്തനാണ്. ട്രംപ് വിചാരിച്ച കാര്യം നടത്തിയെടുക്കാൻ ഏതറ്റം വരെയും അയാൾ പോയേക്കും. അതുതന്നെയാണ് ഗ്രീൻലാൻഡിന്റെ ഭാവി നിർണ്ണയിക്കുകയും ചെയ്യുന്നത്. 600 വർഷത്തിലേറെയായി ഡെൻമാർക്കിന്റെ ഭാഗമായ വിശാലമായ ആർട്ടിക് ദ്വീപിന്റെ ഉടമസ്ഥതയും നിയന്ത്രണവും സംബന്ധിച്ച് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അഭിപ്രായങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല എന്നായിരുന്നു ഡെൻമാർക്കിന്റെ ഭാഗത്തു നിന്നും വന്ന പ്രതികരണം. ഗ്രീൻലാൻഡ് നമ്മുടേതാണ്, അത് വിൽപ്പനയ്ക്കുള്ളതല്ല, ഒരിക്കലും വിൽപ്പനയ്ക്ക് വിട്ടു നൽകുകയുമില്ല. സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മൾ നടത്തിയ നീണ്ട പോരാട്ടം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുമെന്നായിരുന്നു ദ്വീപിന്റെ പ്രധാനമന്ത്രി മ്യൂട്ടെ എഗേഡെ അന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് തുന്നിച്ചേർക്കാൻ ട്രംപിന് കഴിയുമോ? അതിനു മുൻപേ പുടിൻ അത് സ്വന്തമാക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റിൽ കുറിക്കൂ. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.